റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യക്കെതിരെ കടുത്ത നടപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ 25% കൂടി വർദ്ധിപ്പിച്ചു. ഇതോടെ ആകെ ചുങ്കം 50%. നേരത്തെ 25% തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. അമേരിക്കയുടെ നടപടി നീതീകരിക്കാനാകാത്തതും അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്നും ഇന്ത്യ പ്രതികരിച്ചു. പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ട്രംപിന്റേത് സാമ്പത്തിക ഭീഷണിയെന്നും പ്രധാനമന്ത്രിയുടെ ബലഹീനത ഇന്ത്യൻ ജനങ്ങളുടെ താൽപര്യങ്ങളെ മറികടക്കാൻ കാരണമാകരുതെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എന്താണ് തീരുവയിൽ യുഎസിന്റെ നടപടി? എത്തരത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം? പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കുന്നു? എന്തായാലും ഇന്ത്യൻ ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടിയെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. കൃത്യമായി ഈ നടപടി അന്യായവും യുക്തിരഹിതവും എന്ന് തന്നെയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇത്തരത്തിൽ അമേരിക്ക ലക്ഷ്യം വെക്കുന്നുണ്ട്. ട്രംപിന്റേത് ഇത്തരത്തിലുള്ള നടപടി അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമെന്ന് തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതിനോടൊപ്പം തന്നെ ദേശീയ താൽപര്യങ്ങൾ മുൻനിർത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, അമേരിക്ക ഇന്ത്യ ബന്ധത്തിൽ വലിയൊരു വിള്ളൽ ഇതോടുകൂടി രൂപപ്പെട്ടുവെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ട്രംപിന്റേത് സാമ്പത്തിക ഭീഷണി എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യ അന്യായമായ വ്യാപാര കരാറിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ബലഹീനത ഇന്ത്യയുടെ ജനങ്ങളുടെ താല്പര്യങ്ങളെ മറികടക്കാൻ കാരണമാകരുതെന്ന് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ തന്നെ നമുക്കറിയാം, ട്രംപുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയും വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത്. ഇത്തരത്തിൽ കരാറുകൾ ഉയർത്തിക്കൊണ്ട് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന ആരോപണം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും വെടിനിർത്തലുമായി ബന്ധപ്പെട്ടും ട്രംപിന്റെ പ്രസ്താവനകൾ കൃത്യമായി പാർലമെന്റിലടക്കം പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും അതിനൊന്നും പ്രതിപക്ഷം കൃത്യമായി മറുപടി പറയാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടിയിൽ നാളെ പാർലമെന്റ് അടക്കം വരാതിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കൃത്യമായ മറുപടി ഒരുപക്ഷെ പ്രതിപക്ഷത്തിനെയും അതുപോലെ തന്നെ രാജ്യത്തെയും നൽകേണ്ട ഒരു സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും രാജ്യത്തോടുള്ള വിശദീകരണം? കാരണം ട്രംപുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായപ്പോഴും പ്രധാനമന്ത്രി വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈ ഫ്രണ്ട് മോദി അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരനാണെന്ന് നരേന്ദ്രമോദി പറയുമ്പോഴും ഇത്തരത്തിലുള്ള നടപടികൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. കൃത്യമായി ഭീഷണിപ്പെടുത്തുന്ന നിലപാട് ട്രംപ് തുടർന്നുവെന്ന് തന്നെ പ്രതിപക്ഷം ആരോപിക്കുകയാണ്. എന്തായാലും ഈ ആരോപണങ്ങൾക്ക് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഇപ്പോൾ അധിക തീരുവ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ US ബന്ധത്തിൽ വലിയൊരു വിള്ളൽ ഉണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല.